ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. നമ്മൾ കുറച്ച് ലേണിംഗ് തിയറി കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ട ഒന്ന് രണ്ട് ടേംസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ലേണിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേമുകളാണ്. ഓക്കെ, ഇത് റീസെന്റ് ആയിട്ട് 2025 2024 കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ടേംസ് ആണ്. നമുക്ക് നോക്കാം. പോവർട്ടി ഓഫ് സ്റ്റിമുലസ്. പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പോവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് അല്ലേ? അപ്പൊ സ്റ്റിമുലസിന്റെ ദാരിദ്ര്യം, അതായത് സ്റ്റിമുലസിന്റെ കുറവ് എന്നുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും ഇതിനകത്ത്? അതായത് ഒരു കുട്ടിക്ക് സ്റ്റിമുലസ് കിട്ടുമ്പോഴാണ് ആ കുട്ടി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ? അതായത് ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ പോയിട്ട് നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസിനെ പറ്റി പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് ടീച്ചർ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ്. ഓക്കെ, അപ്പൊ ഏത് ക്ലാസ്സിനാണെങ്കിലും ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് സ്റ്റിമുലസ് കൊടുത്തോണ്ടേയിരിക്കണം. സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റെസ്പോൺസ് ഉണ്ടാവുള്ളൂ അല്ലെ? ചോദ്യം ചോദിച്ചാലല്ലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ലേണിംഗിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? സ്റ്റിമുലസ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സ്റ്റിമുലസ് എന്ന് നോക്കാം. ഈ ഒരു ടേം ആരാണ് കോയിൻ ചെയ്തത്? പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് നോം ചോംസ്കി എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ശരിക്കും ഒരു ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അതായത് ഭാഷയെ പറ്റി പഠിക്കുന്ന ഒരു ആളാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് നോം ചോംസ്കി ആണ്. അപ്പൊ പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചതെങ്കിൽ ഇനി ചിലപ്പോൾ അടുത്ത തവണ നോം ചോംസ്കിയുടെ ഏത് വർക്കിലാണ് പോവർട്ടി ഓഫ് സ്റ്റിമുലസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ടേം എവിടെയാണ് കോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ വർക്ക് മാറ്റി തരാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശരിയാണോ, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടേം ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പൊ നോം ചോംസ്കിയുടെ 1980 വർക്കായ റൂൾസ് ആൻഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന വർക്കിലാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് നോം ചോംസ്കി കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ വേർഡ് ആദ്യമായിട്ട് നോം ചോംസ്കി ഈ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്കായ റൂൾസ് ആൻഡ് റെപ്രസെന്റേഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി എന്താണ് ഈ പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് നോക്കാം. കിഡ്സ് ലേൺ കോംപ്ലക്സ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞില്ലേ ലിംഗ്വിസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഭാഷ പറ്റി പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനെയാണ് ഇവിടെ നോം ചോംസ്കി ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകത്തില്. കിഡ്സ് ലേൺ കോംപ്ലക്സ് ലാംഗ്വേജ് ഫാസ്റ്റർ ബൈ മിമിക്കിംഗ് വാട്ട് ദേ ഹിയർ. അതായത് കുട്ടികൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഭാഷ പഠിക്കുന്നത് എങ്ങനെയാ? ഭാഷയുടെ സിൻടാക്സ്, അല്ലെങ്കിൽ ആദ്യം നൗൺ ഉപയോഗിക്കണം പിന്നെ വേർബ് ഉപയോഗിക്കണം അങ്ങനെ വെച്ചിട്ടാണോ? അല്ല, കുട്ടികള് വലിയ ആളുകള് വാക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെന്റൻസ് ഉപയോഗിക്കുന്നത് കേട്ടിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? കുട്ടികൾ അതേപോലെ തന്നെ പറയും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഒരാളെ അച്ഛാന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയും എന്തെന്നെ വിളിക്കും? അച്ഛാന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അത് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളുടെ. അപ്പൊ അങ്ങനെ തന്നെയാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. ഓക്കെ, ബിക്കോസ് ദ സ്പീച്ച് ദേ ആക്ച്വലി ഹിയർ. അതായത് അവർ കേൾക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു കുട്ടി കേൾക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് സ്റ്റിമുലസ് എന്താണ്? ഞാൻ സംസാരിക്കുന്നതാണ്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതാണ് ആ കുട്ടിയെ സംബന്ധിച്ച് അവിടെ സ്റ്റിമുലസ്. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് ആര് പറയുന്നത്? നോം ചോംസ്കി പറയുന്നത്. അതുകൊണ്ടാണ് ആ പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്നുള്ള വേർഡ് വരാൻ കാരണം. ദിസ് സജസ്റ്റ് ഹ്യൂമൻസ് ആർ ഇൻ ബോൺ ആസ് ബ്ലാങ്ക് സ്ലേറ്റ്സ് ബട്ട് കം വിത്ത് എൻ ഇന്നേറ്റ് ബിൽഡ് ഇൻ ലാംഗ്വേജ് എബിലിറ്റി. അപ്പോ ഇവിടെ ഈ ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ഉണ്ട്. ജോൺ ലോക്ക് എന്ന് പറയുന്ന തിയറിസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്വായത്തമാക്കുന്നത് എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ തിയറീനെ എതിർക്കുകയാണ് ആര്? നോം ചോംസ്കി ചെയ്യുന്നത്. നോം ചോംസ്കി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന സ്റ്റിമുലസ്, അതായത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന സംസാരങ്ങളൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത്? അപ്പൊ കുട്ടിക്ക് ഇന്നേറ്റ് ആയിട്ട് ഒരു എബിലിറ്റി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പോവർട്ടി ഉള്ള സ്റ്റിമുലസ് കിട്ടിയിട്ടും കുട്ടിക്ക് ഭാഷ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഉള്ളിൽ ഒരു ലാംഗ്വേജ് എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല എന്നാണ് നോം ചോംസ്കി പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്കിപ്പോ ഒരു കഴിവുമില്ല. ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് നമ്മൾ പറയില്ലേ
പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ചില കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങളോട് ആപ്റ്റിറ്റ്യൂഡ് കാണിക്കും. അപ്പൊ ആ കുട്ടി ചിലപ്പോ ഒരാൾ ചെയ്യുന്നത് നോക്കി കണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറയാം, അയ്യോ ആ കുട്ടി അത് എന്നാലും അത്രയും ചെറുപ്പത്തിൽ അത് നോക്കി കണ്ട് പഠിച്ചു. അങ്ങനെയല്ല ശരിക്കും. ആ കുട്ടിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ കുട്ടി അത് കണ്ടപ്പോ ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു. അതാണ് നോം ചോംസ്കി പറയുന്നത്. അതല്ലാതെ അത് കണ്ടതുകൊണ്ട് മാത്രം, അതായത് അത്രയും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും ഒരു ഭാഷ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ഭാഷ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ജനിക്കുമ്പോൾ ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടല്ല അയാൾ ജനിക്കുന്നത്. അയാൾക്ക് ആ ഒരു എബിലിറ്റി ഓൾറെഡി, ഒരു ബിൽഡ് ഇൻ ലാംഗ്വേജ് എബിലിറ്റി മനുഷ്യർക്ക് ഉണ്ട്. മനുഷ്യർക്ക് ഭാഷ പഠിക്കാനുള്ള കഴിവ് ഓൾറെഡി ജനിക്കുമ്പോ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിൽ നിന്ന് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രേ ഉള്ളൂ ആ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ തിയറിയിൽ നിന്നൊക്കെ കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ലേണിംഗുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ഈ കോക്ടെയിൽ എന്ന് പറയുന്നത് മദ്യങ്ങൾ, ഒന്നിൽ കൂടുതൽ മദ്യങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ മദ്യങ്ങൾ മിക്സ് ചെയ്യും. സാധാരണ ഒരു മദ്യം സോഡ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണല്ലോ സാധാരണ ആളുകൾ കുടിക്കുന്നത്. പക്ഷെ ഈ കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു ഡിഷിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മദ്യങ്ങൾ, അതായത് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഒന്നിൽ കൂടുതൽ ജ്യൂസ് മിക്സ് ചെയ്ത് കുടിച്ചാലെന്ന്. അപ്പൊ നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കുമ്പോൾ മാംഗോ ജ്യൂസ് മാത്രമല്ലേ, അതിന് പകരം ഇപ്പൊ ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ, ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇപ്പൊ 3 ജ്യൂസ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് കോക്ടെയിൽ എന്ന് പറയുന്നത്. അപ്പൊ കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ കോക്ടെയിൽ എന്താന്ന് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവും. എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ എ സിംഗിൾ കോൺവെർസേഷൻ ഇൻ എ നോയ്സി എൻവയൺമെന്റ്. അതായത് നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അനൗൺസ്മെന്റ് ഉണ്ട്, അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ നമ്മളും നമ്മുടെ സുഹൃത്തും സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്ത് കേൾക്കുന്നു. ബാക്കിയുള്ളതിനൊക്കെ എന്താണ്, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാണ്? ഇഗ്നോർ ചെയ്യാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ മിക്സ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നതിനെയാണ് കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാക്കിയുള്ള നോയ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുവാണ്. ദിസ് ഫിനോമിനൻ ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് സെലക്റ്റീവ് അറ്റൻഷൻ. അല്ലെ, നമ്മൾ സെലക്റ്റീവ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതല്ലേ കേൾക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ബ്രെയിനിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ബ്രെയിൻ ഈസ് ഏബിൾ ടു പ്രയോറിറ്റൈസ് റെലവെന്റ് ഓഡിറ്ററി ഇൻഫർമേഷൻ. അപ്പൊ നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ. അതായത് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതായത് ഞാൻ ട്രെയിനിന്റെ അനൗൺസ്മെന്റിനാണോ, അല്ലെങ്കിൽ അവിടെ ആളുകൾ സംസാരിക്കുന്നതിനാണോ, അതോ ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് എന്റെ ബ്രെയിനിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ ആ ഓഡിറ്ററി ഇൻഫർമേഷൻ, ഓഡിറ്ററി എന്ന് വെച്ചാൽ കേൾക്കുന്നത് അല്ലെ, ആ ഇൻഫർമേഷന് പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്രെയിനിന് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് സപ്രസ് ഇറെലവന്റ് ഇൻപുട്സ്, ബാക്കിയുള്ളതിനെ സപ്രസ് ചെയ്യാനും പറ്റും അല്ലെ. അപ്പൊ അത് നമുക്ക് ബ്രെയിനിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അലൗയിങ് ഫോർ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കോക്ടെയിൽ ഇഫക്റ്റ് ഉണ്ടാവുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ ഏത് ശബ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ ശബ്ദത്തിന് മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ സപ്രസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ട് എന്നാണ് ഈ ഒരു കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റിൽ പറയുന്നത്. ഇതിന്റെ പ്രത്യേക തിയറിസ്റ്റിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഈ 2 കോൺസെപ്റ്റുകളും ക്ലിയർ ആണല്ലോ. ലേണിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കോൺസെപ്റ്റുകളാണിത്. ഓക്കെ ആണല്ലോ അല്ലെ. ഇനി ലേണിംഗ് തിയറികളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ലേണിംഗ് തിയറികളാണ്. ഗാഗ്നേസ് ആൻഡ് ബ്രിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ കുറെ തിയറിസ്റ്റുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറികളാണ്. ഓക്കെ, കുറെ തിയറിസ്റ്റുകളും അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ലേണിംഗ് തിയറികളുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഗാഗ്നെ ആൻഡ് ബ്രിക്സ് എന്ന് പറയുന്ന 2 തിയറിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഗാഗ്നയുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ ലേണിംഗ് ഔട്ട്കംസ് ഫോൾ അണ്ടർ വൺ ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇന്റലക്ച്വൽ സ്കില്ലാണ്,
കോഗ്നിറ്റീവ് സ്ട്രാറ്റജിയാണ്, വെർബൽ ഇൻഫർമേഷൻ ആണ്, മോട്ടോർ സ്കില്ലാണ്, ആറ്റിറ്റ്യൂഡ് ആണ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു സ്കില്ലിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗാഗ്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഗാഗ്നെ പ്രപ്പോസ് ചെയ്തത് 1956-ലാണ്. 1956 ഗാഗ്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, it classified different types of learning in terms of the degree of complexity of the mental processes involved. ഇവിടെ ഗാഗ്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിങ്ങിനെ വിവിധ ടൈപ്പുകളാക്കിയിട്ട് മാറ്റുവാണ്. എന്തിന്റെ അടിസ്ഥാനത്തില്? എത്രത്തോളം മെന്റൽ പ്രോസസ് ഇൻവോൾവ് ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലേണിങ്ങിനെ പല ടൈപ്പുകളാക്കി തിരിക്കുവാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഗാഗ്നെ പറയുന്നത് ഓരോ സ്റ്റെപ്പും മാസ്റ്റർ ചെയ്താലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്താലല്ലേ ലെവൽ 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ലേണിംഗ് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും ഓരോരോ മെന്റൽ പ്രോസസ്സുകളായിരിക്കും ഇൻവോൾവ് ആവുന്നത്. ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ പറയുന്നത്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? പടി ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ 4 ലെവൽ, മൊത്തം 8 ലെവലിനെ പറ്റിയിട്ടാണ് ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ പറയുന്നത്. അപ്പൊ 8 ലെവലില് ആദ്യത്തെ 4 ലെവൽ എന്ന് പറയുന്നത് ബിഹേവിയറൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത് കൂടുതലും ചെറിയ ക്ലാസ്സിലായിരിക്കും വരുന്നത്. ഓക്കെ, ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ വരുന്നത്, ആദ്യത്തെ 4 ലെവലുകൾ വരുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്, ബിഹേവിയറൽ ആസ്പെക്ട് ആണ്. പിന്നെ വരുന്ന 4 ലെവൽ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട് ആണ്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഇന്റലക്ട് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ 8 ലെവലുകൾ ഉണ്ട്. ആദ്യത്തെ 4 ലെവല് ബിഹേവിയറൽ ആസ്പെക്റ്റും പിന്നത്തെ 4 ലെവല് കോഗ്നിറ്റീവ് ആസ്പെക്റ്റുമാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആ 4 ലെവല് നോക്കാം. അതായത് നമ്മുടെ ബിഹേവിയറൽ സ്വഭാവമുള്ള 4 ലെവലുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്, ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്താലാണ് അടുത്ത ലെവലിലേക്ക്. അപ്പൊ ഏറ്റവും ചെറിയൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഭാഷ എന്നല്ല, എന്ത് കാര്യം പഠിപ്പിക്കുമ്പോഴും ആദ്യം സംഭവിക്കുന്ന സ്റ്റെപ്പ് എന്താണ്? സിഗ്നൽ ലേണിംഗ് ആണ്. അതായത് ഇവിടെ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോ ഒരു കുട്ടിയെ ക്യാരക്ടർ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാവലോവിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? B.Ed ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പാവലോവ് പട്ടിയിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് കേട്ടിട്ടുണ്ടോ? പാവലോവിന്റെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കേൾക്കാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം എന്നാണ് പാവലോവിന്റെ ആ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പാവലോവ് പട്ടിയിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്, ഡോഗിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവലോവ് ഒരു പട്ടിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭക്ഷണം കാണുന്ന സമയത്ത് പട്ടിയുടെ വായിൽ വെള്ളം വരും. ഓക്കെ, അത് സ്റ്റിമുലസിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ്. അതായത് ഭക്ഷണമായ സ്റ്റിമുലസ് കാണുമ്പോൾ പട്ടിയുടെ വായിൽ റെസ്പോൺസ് ഉണ്ടാവുന്നു, സലൈവ അല്ലേ? അപ്പൊ ഇത് കണ്ടീഷൻ ചെയ്യാത്തതാണ്. കണ്ടീഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പട്ടിക്ക് നമ്മൾ കണ്ടീഷൻ ചെയ്തോന്നല്ല, നോർമലി സംഭവിക്കുന്നതാണ് അതല്ലേ? അപ്പൊ അത് എന്താണ്? ഭക്ഷണം കാണുമ്പോൾ ആ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസിന് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എന്ത് ഈ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പാവ്ലോവ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ ബെല്ല് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ഇത്ര നാൾ ബെല്ലുണ്ടായിരുന്നില്ല, അപ്പൊ നമ്മൾ ബെല്ലടിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടീഷൻഡ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ കണ്ടീഷൻഡ് അല്ലേ, ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ബെല്ലടിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞു എന്ന് നമ്മളെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുകയാണ്. അത് നാച്ചുറലി സംഭവിക്കുന്നതല്ല. അപ്പൊ അതേപോലെ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുകയാണ് ബെല്ലടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കാണുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ സലൈവേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഈ സലൈവേഷൻ ഉണ്ടാവുന്നത് വീണ്ടും എന്ത് തന്നെയാണ്? അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇനി ഈ പട്ടിക്ക് നമ്മള് ബെല്ലടിക്കുന്നു. പിന്നെ കുറെ നാൾ ഇങ്ങനെ ചെയ്തു, ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ബെല്ലടിക്കുക എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്തെടുക്കുന്ന സ്റ്റിമുലസ് ആണ് അല്ലെ? നമ്മൾ കണ്ടീഷൻ ചെയ്യാണ് പട്ടീനെ. പട്ടി ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം കാണുമ്പോൾ സലൈവേഷൻ ഉണ്ടാവുന്നത് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇനി കുറെ നാളിങ്ങനെ തുടർന്നു. നമ്മൾ ഒരു ദിവസം ബെല്ലടിച്ചു, ഭക്ഷണം വന്നിട്ടില്ല. ഓക്കെ, ഭക്ഷണം വന്നിട്ടില്ല, ബെല്ലടിച്ചിട്ടേ ഉള്ളൂ. സാധാരണ രീതിയിൽ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭക്ഷണം കാണുമ്പോഴാണ് സലൈവേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഈ പട്ടിക്കറിയാം ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും എന്ന് പട്ടിക്കറിയാം.
അപ്പൊ ഭക്ഷണം കാണുന്നതിന് മുന്നേ തന്നെ പട്ടിക്ക് സലൈവേഷൻ ഉണ്ടായി. അപ്പൊ അതെന്താണ്, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ടായ റെസ്പോൺസ് ആണ് സലൈവേഷൻ വന്നത്. അപ്പൊ അതാണ് പാവ്ലോവ് പട്ടിയിൽ നടത്തിയ എക്സ്പെരിമെന്റ്. അതായത് ഒരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു പട്ടിയുടെ എക്സ്പെരിമെന്റിലെ പാവ്ലോവിന്റെ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെരിമെന്റിലാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ സിഗ്നൽ ലേണിംഗിൽ അങ്ങനെ തന്നെയാണ്. കുട്ടിക്ക് ഒരു സിഗ്നൽ കൊടുത്തിട്ട് എന്താണ്, ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, എന്താണ് കുട്ടിയെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിൽ വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ സ്വഭാവ രൂപീകരണം നേരത്തെ പറഞ്ഞ ആദ്യത്തെ 4 ബിഹേവിയറൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടാണെന്ന്. ഇതൊന്നും നമ്മൾ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കുട്ടീനെ സ്വഭാവം പഠിപ്പിക്കാനൊക്കെ, നല്ല സ്വഭാവം പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സിഗ്നൽ ലേണിംഗ് ആണ്. രണ്ടാമത്തത് സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. അതായത് ഇത് സ്കിന്നറിന്റെ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇത് ഒരു എന്താണ് എലിയിൽ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. സ്കിന്നറിന്റെ എക്സ്പെരിമെന്റ്, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഒരു എലി ഒരു ബോക്സിനകത്തിട്ടു, ഒരു പെട്ടിക്കകത്തിട്ടു, ഒരു എന്താണ് ആ പെട്ടിക്കകത്ത് എലി ഇങ്ങനെ ഓടി നടക്കുവാണ്. അപ്പൊ ഓടി നടക്കുന്ന സമയത്ത് ഈ എലി എപ്പോഴോ ഒരു ലിവറിൽ കാല് തട്ടി. അപ്പൊ ആ എലിക്ക് ഭക്ഷണം കിട്ടി. അപ്പൊ എലിക്ക് മനസ്സിലായി എന്ത്, മറ്റേ ക്ലാസിക്കൽ കണ്ടീഷനിങ് വേറെ, അതായത് അവിടെ പട്ടി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പട്ടിയെ നമ്മൾ കണ്ടീഷൻ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒപ്പറാൻഡ് കണ്ടീഷനിങ്ങില് റിവാർഡിനെയും പണിഷ്മെന്റിനെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ എലി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അറിയാതെ കാല് ലിവറിൽ തട്ടി, ലിവർ ഓപ്പൺ ആയി, അതിന് ഭക്ഷണം കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ്, ഭക്ഷണം വേണ്ടപ്പോ ഈ ലിവർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. അതായത് ഇപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടും. അതായത് ഹോംവർക്ക് എഴുതി കൊണ്ടുപോയാൽ ടീച്ചർ ചോക്ലേറ്റ് തരും. അപ്പൊ അവിടെ റിവാർഡ് കിട്ടും എന്നുള്ളത് കൊണ്ട് കുട്ടി ആ കാര്യം ചെയ്യും, അല്ലെ? അപ്പൊ സ്വഭാവ രൂപീകരണത്തിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇനി ഹോംവർക്ക് എഴുതാതെ പോയി കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ടി വരും. പണിഷ്മെന്റിന്റെ ഭയന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇത് എന്താണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അതായത് ഒരു സ്റ്റിമുലസ് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. നോക്കി, മറ്റേത് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ടാണ് സിഗ്നൽ ലേണിംഗ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ലെവൽ എന്താണ്, സിഗ്നൽ ലേണിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കൊടുക്കുന്നത്, അല്ലെ? ഏറ്റവും ചെറിയ കുട്ടിക്ക് നമുക്ക് സിഗ്നൽ ലേണിംഗേ കൊടുക്കാൻ പറ്റുള്ളൂ, കുട്ടിയെ കണ്ടീഷൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പോട്ടി ട്രെയിനിങ് അല്ലേ കുട്ടീനെ രാവിലെ അപ്പിടിപ്പിക്കുന്നത്, അതൊരു എന്താണ്, സിഗ്നൽ ലേണിംഗ് ആണ്. അതായത് കുട്ടി ഇന്ന സമയത്ത് നമ്മൾ പോട്ടിയിൽ ഇരുത്തി കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ ഇത് ഇതിനുള്ള ടൈമാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുകയാണ്. അവിടെ കുട്ടിയുടെ എഫേർട്ട് ഒന്നുമില്ല. അപ്പൊ ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അവിടെ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടി കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എന്താണ്, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുന്നു. അത് വലിയ കുട്ടി കുറച്ചുകൂടെ വലുതായിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ എന്താണ് 6 മാസം പ്രായമുള്ള കുട്ടിയുടെ അടുത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 6 മാസം പ്രായമുള്ള കുട്ടിയുടെ അടുത്ത് നമുക്ക് സിഗ്നൽ ലേണിംഗേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കൊടുക്കാം. മൂന്നാമത്തത് ചെയിനിങ് ആണ്. കണക്ടിങ് 2 or more previously learned stimulus bonds into a linked sequence. ഒന്നിലധികം കാര്യങ്ങള് കുട്ടി മനസ്സിലാക്കിയ കുറെ സ്റ്റിമുലസ് റെസ്പോൺസുകൾ എന്ത് ചെയ്യാണ്, ഒന്നിച്ച് കണക്ട് ചെയ്യാണ്, അല്ലെ? അപ്പൊ കുട്ടി കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ കണക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെർബൽ അസോസിയേഷൻ ആണ് അടുത്ത സ്റ്റേജ്. കൈൻഡ്സ് ഓഫ് ചെയിനിങ് ഇൻ വിച്ച് ഐറ്റംസ് ബീങ് കണക്റ്റഡ് ആർ വെർബൽ ഇൻ നേച്ചർ. 6 അതായത് വാക്കുകളും പിക്ചറും ഒക്കെ കണക്ട് ചെയ്ത് തുടങ്ങും കുട്ടി. അതിനെയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ കുട്ടി പിക്ചർ കണ്ടിട്ട് കുട്ടി ആ വാക്ക് പറയും. ഇപ്പൊ പൂച്ചയുടെ പടം കണ്ടിട്ട് ഇത് കാണുമ്പോൾ എന്താണ്, പൂച്ച എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഈ പറയുന്ന വെർബൽ അസോസിയേഷനിൽ വരുന്നതാണ്. കുട്ടി വാക്കിനെയും ചിത്രങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ തുടങ്ങും, അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 എന്താണ്, ബിഹേവിയറൽ ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി എന്താണ്, അപ്പൊ ഇതൊക്കെ എന്താണ്, ഇവിടെ ഒന്നും നമുക്ക് ഇന്റലക്റ്റിന് അത്ര ആവശ്യമില്ല, അല്ലെ? കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് കൂടുതലും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എന്താണ്, നമുക്ക് ഇന്റലക്റ്റ് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് നോക്കാം. കുട്ടി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാണ്. അതായത് പട്ടിയെ കാണുമ്പോഴും പൂച്ചയെ കാണുമ്പോഴും കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ്. ഇത് പട്ടിയാണെന്നും ഇത് പൂച്ചയാണെന്നും ഇത് തിരിച്ചറിയണമെങ്കിൽ കുട്ടി എന്ത് തലച്ചോറ് ഉപയോഗിക്കണം. അപ്പോ രണ്ടും ഒന്നല്ല, ഇത് രണ്ടും അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുവാണ്. അതായത് വെളുത്തിരിക്കുന്ന എല്ലാം പാലല്ല, ഈ വെളുത്തിരിക്കുന്ന സാധനം മോരാണ് എന്നൊക്കെ കുട്ടി തിരിച്ചറിയുന്ന ആ ഒരു ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയാം. ഓക്കെ,
ഇനി അടുത്ത ലെവലാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ജനറലൈസ് ചെയ്യാൻ പഠിക്കുക, ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുക, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? കോൺസെപ്റ്റ് ലേണിംഗിൽ വരുന്നതാണ്. കോൺസെപ്റ്റ് മനസ്സിലായാലല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റൂൾ ലേണിംഗ് ആണ്, കുറച്ചും കൂടി ഒരു ഹയർ കോഗ്നിറ്റീവ് ലെവലാണ്. അതായത് നമ്മൾ ജനറൽ റൂളുകള്, പ്രൊസീജിയറുകള്, ആപ്ലിക്കേഷൻസ് ഇതൊക്കെ പഠിക്കുന്നതാണ് റൂൾ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് ആണ്, ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് അല്ലെ. അത് നമ്മൾ ലേണിംഗിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഇൻവെന്റ് എ കോംപ്ലക്സ് റൂൾ ഓർ പ്രൊസീജിയർ ഫോർ സോൾവിംഗ് വൺ പെർട്ടിക്കുലർ പ്രോബ്ലം ആൻഡ് ദെൻ യൂസിങ് ടു സോൾവ് സിമിലർ പ്രോബ്ലംസ്. അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂള് എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുന്നു. എന്നിട്ട് ആ നിർമ്മിച്ച റൂള് ഇതിനോട് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ റൂള് നമ്മൾ അവിടെയും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ അത്രയും ഇന്റലക്ട് ആവശ്യമുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കത്തി, ഒരു സാധനം മുറിക്കാൻ വേണ്ടി നമ്മൾ കത്തി ഇൻവെന്റ് ചെയ്യുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗിൽ പറയാം. ഒരു സാധനം നമുക്ക് കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യും, ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ കത്തി ഇൻവെന്റ് ചെയ്തു, കത്തി ഡിസ്കവർ ചെയ്തു. ആ കത്തി ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ ആദ്യം ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ചിലപ്പോൾ ഒരു ഇന്ന സാധനം കട്ട് ചെയ്യാനായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ സാധനം കട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കാലോ. അതൊക്കെ എവിടെയാണ് വരുന്നത്? പ്രോബ്ലം സോൾവിംഗിൽ വരുന്നതാണ്. അതിനോട് സമാനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ സാധനം ഉപയോഗിക്കും. അപ്പൊ ആദ്യത്തെ 4 ബിഹേവിയറലും, പിന്നെ വരുന്ന 4 എന്താണ്? കോഗ്നിറ്റീവുമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതെല്ലാം ആരുടെയാണ്? ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഗാഗ്നയുടെ ഹൈറാർക്കിയിൽ പറഞ്ഞത് എന്താണ്? ഓരോ കോംപ്ലക്സിറ്റി അനുസരിച്ചല്ലേ, മെന്റൽ പ്രോസസ്സ് ഇൻവോൾവ് ആവുന്ന കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് ഇത് ഹൈറാർക്കിയിൽ വെച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ സിഗ്നൽ ലേണിംഗിൽ എന്തെങ്കിലും മെന്റൽ പ്രോസസ്സ് ഇൻവോൾവ് ആണോ? ഒരു മെന്റൽ പ്രോസസ്സ് ഇൻവോൾവ് അല്ല അല്ലെ. 6 മാസം പ്രായമായ ഒരു കുട്ടിയുടെ കേസിൽ അത്ര മെന്റൽ പ്രോസസ്സ് ഇൻവോൾവ് അല്ല. പക്ഷെ നമ്മൾ സിഗ്നൽ ലേണിംഗിൽ നിന്ന് നമ്മൾ പ്രോബ്ലം സോൾവിംഗിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിന്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട് അല്ലെ. അതാണ് ആ ഹൈറാർക്കി പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് കേട്ട് പോയാൽ മതി. ഇതിപ്പോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, പണ്ട് എപ്പോഴും ചോദിക്കുന്നതായിരുന്നു. അപ്പൊ നേരത്തെ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് കണ്ടതെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാഗ്നയുടെ 9 ഈവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഗാഗ്നെ പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് 9 ഈവന്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഈവന്റുകൾ എന്ന്. ഒന്നാമത്തെ ഈവന്റ് എന്ന് പറയുന്നത് ഗെയിനിങ് അറ്റൻഷൻ ആണ്. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇത് എങ്ങനെയാണോ നമ്മൾ ടീച്ചിങ് നടക്കുന്നത് അതിന്റെ ആ ഓർഡർ നിങ്ങൾ ഓർത്താൽ മതി, അത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അപ്പൊ ഗാഗ്നെ പറയുന്നത് ഇൻസ്ട്രക്ഷന്റെ സമയത്ത് 9 ഈവന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ടീച്ചർ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഈ ഡെസ്കിൽ ഒരു അവർ കഴിഞ്ഞിട്ട് വേറെ ടീച്ചർ വരുമ്പോൾ എന്താണെങ്കിലും കുട്ടികൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ടീച്ചർ വന്ന് ആദ്യം ചെയ്യുന്ന എന്താണ്? ഡെസ്കിൽ ഇങ്ങനെ തട്ടിയിട്ട് മിണ്ടാതിരുന്നേ എന്ന് പറയും അല്ലെ. ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയും. അപ്പൊ അതെന്താണ്? ഗെയിനിങ് അറ്റൻഷൻ ആണ്. ഓക്കെ, അതാണ് ആദ്യം ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ടർ. രണ്ടാമത്തെ എന്താണ്? ഇൻഫോമിങ് ലേണേഴ്സ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്. എന്നിട്ട് പിന്നെ ടീച്ചർ എന്താ പറയാ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്, ഇൻഫോമിങ് ലേണേഴ്സ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രയർ നോളേജ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്താ പറയുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ ടീച്ചർ ചെയ്യുന്നത്? പ്രയർ നോളേജ്, മുന്നേയുള്ള അറിവിനെ റീകോൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഓർക്കാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേഷൻ തരുവാണ്, അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രസന്റിങ് ദ സ്റ്റിമുലസ്. ഇനി ഇപ്പൊ നമ്മൾ സോളാർ സിസ്റ്റത്തിനെ പറ്റി പഠിപ്പിക്കാൻ പോവുകയാണല്ലോ ടീച്ചർ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? എങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സ്റ്റിമുലസ് തരികയാണ്. നമ്മൾ ആലോചിക്കാം, ശരിയാണല്ലോ, എങ്ങനെയായിരിക്കും? അപ്പൊ നമുക്ക് സ്റ്റിമുലസ് തരുവാണ്. അടുത്തത് പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസ്. പിന്നെ ടീച്ചർ തരുന്നത് എന്താണ്? കുട്ടികൾക്ക് ലേണിംഗ് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുടെ പെർഫോമൻസിനെ, അതായത് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്ക് കുട്ടികൾ പറയുന്ന ഉത്തരത്തിന്, അല്ലെങ്കിൽ കുട്ടികളുടെ ഉത്തരങ്ങളാണ് ആ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ പെർഫോമൻസിനെ എന്ത് ചെയ്യുവാണ്? വിലയിരുത്തുകയൊക്കെ ചെയ്യാണ്. പിന്നെ കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. അതായത്
പറഞ്ഞത് കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. പിന്നെ അവരുടെ പെർഫോമൻസിന് നമ്മൾ അസസ് ചെയ്യുന്നു. അസസ് ചെയ്യുന്ന മാർക്ക് ഇടുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ മാർക്ക് ഇടുന്ന് പറയാൻ പറ്റില്ല. അവിടെ കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിന് എന്ത് ചെയ്യുവാണ്, വിലയിരുത്തുക. അതായത് ഈ കുട്ടി അത് മനസ്സിലാക്കിയ കാര്യം ഭയങ്കര കറക്റ്റ് ആയിട്ടാണ്, ഈ കുട്ടിക്ക് അതിനെപ്പറ്റി അത്രത്തോളം ധാരണയില്ല, അങ്ങനെയൊക്കെ കുട്ടിയുടെ ഓരോ കുട്ടികളുടെയും പെർഫോമൻസിനെ ടീച്ചർ അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഉത്തരത്തിൽ നിന്നാണ് ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നത്. ഓരോ കുട്ടിയുടെയും പെർഫോമൻസിനെ അസസ് ചെയ്യുന്നു. പിന്നെ കുട്ടികളുടെ, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ എൻഹാൻസ് ചെയ്യുന്നു. അതായത് ഇപ്പോ എന്താണ്, ജാസ്മിൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്, കണ്ടോ ജാസ്മിൻ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർ എന്ത് ചെയ്യാണ്, അപ്പൊ കുട്ടികളൊക്കെ ഓക്കെ ആ പോയിന്റ് അപ്പൊ പഠിക്കണം, അല്ലെങ്കിൽ ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഒരു ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഗാഗ്നെ പറയുന്നത്. നമ്മൾ ഈ ഒരു ഗാഗ്നയുടെ തിയറി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നോർമലി ഒരു ടീച്ചർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. ഇതിന്റെ ഒരു തിയറിറ്റിക്കൽ സൈഡ് ഇതാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ പുതിയതൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പേരിട്ട് വിളിച്ചു എന്ന് മാത്രം. അടുത്തത് മാസ്ലോ എന്ന് പറയുന്ന, അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരാളുടെ തിയറിയാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു തിയറി അല്ല. ഈ അബ്രഹാം മാസ്ലോയുടെ തിയറി നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അബ്രഹാം മാസ്ലോയുടെ ഈ ഒരു തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്, നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ഹൈറാർക്കി. അതായത് നമുക്ക് ആദ്യം എന്തായിരിക്കും ആവശ്യം? ചെറുപ്പത്തിൽ നമുക്ക് ഐസ്ക്രീമിനായിരിക്കും ആവശ്യം, കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് സൈക്കിള് വേണമെന്നാവും അല്ലെ. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി 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 വരും. അത് തന്നെയാണ് മാസ്ലോ പറയുന്നത്. ഈ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോണത്. ഓക്കെ, അതാണ് മാസ്ലോ പറയുന്നത്. ഈ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിന്റെ പേപ്പറായ എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന പേപ്പറിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അബ്രഹാം മാസ്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു സൈക്കോളജിയിലുള്ള ഒരു തിയറിയാണ്. ആ തിയറി ഓഫ് സൈക്കോളജി എക്സ്പ്ലെയിനിങ് ഹ്യൂമൻ മോട്ടിവേഷൻ. മനുഷ്യന്റെ മോട്ടിവേഷനെ പറ്റിയിട്ടുള്ള ഒരു സൈക്കോളജിയിലുള്ള ഒരു തിയറിയാണ് ഈ പറയുന്ന ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ പെർസ്യൂട്ട് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് നീഡ്സ്. നമ്മൾ ഒരു സൈക്കോളജി അനുസരിച്ച് ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആവശ്യങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ നെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരു നീഡ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി വേണം, അത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നെറ്റ് പഠിച്ചാലാണ് എനിക്ക് ഒരു ജോലി കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പൊ എന്റെ നീഡാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർഡർ ബിഗിൻസ് വിത്ത് ദ മോസ്റ്റ് ബേസിക് നീഡ്സ് ബിഫോർ മൂവിങ് ഓൺ ടു മോർ അഡ്വാൻസ്ഡ് നീഡ്സ് അല്ലെ. അപ്പൊ ഈ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഏറ്റവും ബേസിക് നീഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈറാർക്കി എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് നീഡ് എന്നുള്ളത്. അഞ്ച് നീഡുകളാണ്. ഒന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഒരു മനുഷ്യന് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ. അതായത് ഭക്ഷണം, വെള്ളം, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അടുത്തതിനെ പറ്റി ചിന്തിക്കുള്ളൂ. അപ്പൊ ആദ്യം മീറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ്. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി. നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം അല്ലെ. ഒരു വീട്, ഒരു പ്രൊട്ടക്ഷൻ വേണം. നമുക്ക് നമ്മുടെ ഹാമിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി വേണം. അതാണ് രണ്ടാമത്തെ നീഡ്, സേഫ്റ്റി നീഡ് അല്ലെ. ഒരു കുട്ടിക്ക് ആദ്യം എന്താണ്? സ്കൂളിൽ പോകണമെങ്കിൽ ആദ്യം കുട്ടിക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ വേണം അല്ലെ. രണ്ടാമത്തെ എന്താണ്? കുട്ടിക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം അല്ലെ. അതായത് സ്കൂൾ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് കുട്ടിക്ക് തോന്നണം അല്ലെ. മൂന്നാമത്തെ എന്താണ്? ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. അതായത് കുട്ടിക്ക് അവിടെ സുഹൃത്തുക്കൾ ഉണ്ടാവണം അല്ലെ. കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ തോന്നും അല്ലെ. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് വരില്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. നമ്മുടെ ഫ്രണ്ട് വരില്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് പനി പിടിച്ചു, നമുക്ക് പിന്നെ പോകാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ അവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണ്. നാലാമത്തത് എസ്റ്റീം ആണ്. നീഡ് ഫോർ സെൽഫ് എസ്റ്റീം, റെക്കഗ്നിഷൻ, റെസ്പെക്ട്. അത് കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് എന്താണ്? ഒരു സെൽഫ് എസ്റ്റീം, റെസ്പെക്ട്. ടീച്ചർ കുട്ടീനെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് പോവാൻ തോന്നില്ല. അതായത് ആ ടീച്ചർ എന്നെ ഇങ്ങനെ മോശമായിട്ട് പറയാണ്, ടീച്ചർ എന്നെ വഴക്ക് പറയാണ്, ടീച്ചർ എന്നെ നാണം കെടുത്തി, അതൊക്കെ വലിയ കാര്യമാവും അല്ലെ. എസ്റ്റീം ഒരു ഇതാവും. അടുത്ത സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതായത് മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് ആക്സെപ്റ്റൻസ്. അതായത് ഇത് ഏറ്റവും ഹയർ ലെവലാണ്. അതായത് നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ, നമുക്ക് തന്നെ ഒരു എന്താണ്
ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. അതായത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ഇനി ഒരു ലെവലിലേക്ക് നമ്മൾ എത്താനില്ല. അതായത് എസ്റ്റീമിനേക്കാൾ, അതായത് നമ്മൾ സ്വയം ഒരു എന്താണ് ഒരു മൊറാലിറ്റി പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അങ്ങനത്തെ ഒരു ലെവൽ അറ്റൈൻ ചെയ്യുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണ് അല്ലെ മനുഷ്യരെല്ലാരും ചെയ്യുന്നത്. അപ്പോ ആദ്യം ആ ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് നമ്മൾ തനിയെ നിൽക്കാൻ പ്രാപ്തരാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. ഇതാണ് ശരിക്കും അബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പൊ ഓരോ നീഡ്, അപ്പൊ നമ്മൾ ഈ ഒരു നമുക്ക് തനിയെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് എത്താനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ. ഓരോ ലെവല് കഴിയുമ്പോൾ അങ്ങനെ അവസാനം നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് ഇങ്ങനെ കുറെ തിയറിസ്റ്റുകളാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഓരോ തിയറിസ്റ്റുകൾ, ഇപ്പൊ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ബോറിംഗ് ആവാനുള്ള കാരണം ഇതിന് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല. ഓരോ തിയറിസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള തിയറികളാണ്. അപ്പൊ ഇതിന്റെ പേരുകളും ഇതിന്റെ ടേമുകളും ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് മൾട്ടിപ്പിൾ തവണ റിവൈസ് ചെയ്ത് ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ജീൻ പിയാജെ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റിന്റെ തിയറിയാണ്. ജീൻ പ്രൊനൗൺസിയേഷൻ ജെ എന്നാണെങ്കിലും ജീൻ പിയാജെസ് തിയറി ഓഫ്, ഒരാളുടെ പേര് ഇനിയിപ്പോ അങ്ങനെ മാറി ഉച്ചരിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജീൻ പിയാജെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കോഗ്നീഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് ജീൻ പിയാജെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. നോക്കാം എന്താണെന്ന്. ഓക്കെ. ഇവിടെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്ന എക്സാമ്പിളുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇതുമായിട്ട് അതിനെ കണക്ട് ചെയ്യരുത്. ഓക്കെ. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യരുത്. ഞാൻ തരുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ സാധനം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എക്സാമ്പിളുകളാണ്. അതിന്റെ അർത്ഥം ഞാൻ ഇതിന് തരുന്ന എക്സാമ്പിൾ ഇതാണെന്നുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ. ഒന്ന് രണ്ട് തവണ അങ്ങനെ സംശയങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ഓക്കെ. സ്കീമ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ സ്കീമ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഫോർ ഓർഗനൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ. ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ്. അതായത് നമ്മളിപ്പോ ഒരു TV വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു മൊബൈൽ വാങ്ങിക്കുന്നു, അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടില്ലേ? എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സ്കീമ എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാക്കണം, അതിനെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ് നമ്മൾ ഈ സ്കീമയിലൂടെയാണ് പഠിക്കുന്നത്. ഓക്കെ. അക്കോർഡിംഗ് ടു പിയാജെനെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ്സ് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഈസ് എ റിസൾട്ട് ഓഫ് അഡാപ്റ്റേഷൻ. ഒരു കുട്ടിയുടെ ഭൗതിക വളർച്ച എന്ന് പറയുന്നത് അഡാപ്റ്റേഷന്റെ ഫലമായിട്ടാണ് ഭൗതിക വളർച്ച ഉണ്ടാവുന്നത് എന്നാണ് പിയാജെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? അസിമുലേഷന്റെയും അക്കമഡേഷന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്താണ് ഈ അസിമുലേഷൻ, എന്താണ് ഈ അക്കമഡേഷൻ എന്ന് പറയാം. ഓക്കെ. അതായത് ഇപ്പം നിങ്ങളൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഹോസ്റ്റലിൽ 2 കട്ടിലുണ്ട്. ഒരു കട്ടിലിൽ നിങ്ങൾ കിടക്കുന്നു, ഒരു കട്ടിൽ ഫ്രീ ആണ്, അവിടെ ആരും ഇല്ല. ഓക്കെ. സ്വാഭാവികമായിട്ടും അവിടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കട്ടില് നമ്മുടെ ബുക്സ്, അലക്കി ഉണക്കി കൊണ്ടുവന്ന ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ അവിടെ ഇടും അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ സംഭവിക്കുക. അപ്പൊ വാർഡൻ വന്നിട്ട് പറയാണ് ഈ റൂമിലേക്ക് പുതിയ ആള് വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ കട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മാറ്റും. കാരണം പുതിയ ആൾക്ക് അവിടെ വരണ്ടേ. നമ്മൾ അതിനൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ പുതിയ ആൾക്ക് വരാൻ വേണ്ടിയിട്ട് ആ സ്പേസ് അവിടെ ഒരുക്കി കൊടുക്കും. ഇതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി അസിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസിമുലേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു, ഇതേപോലെ തന്നെ 2 കട്ടിലുകളുണ്ട്. ഞാൻ എന്റെ കട്ടിലിന് മാത്രം സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ. അപ്പുറത്തെ കട്ടിൽ എന്താണ്? ഞാൻ അവിടെ ഒന്നും വെച്ചിട്ടില്ല, അത് അവിടെ വേക്കന്റ് ആയി തന്നെ കിടക്കുകയാണ്, ഒന്നും വെച്ചിട്ടില്ല. പുതിയൊരാൾ വരുന്നുണ്ടെന്ന് വാർഡൻ പറയുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഓൾറെഡി ഫ്രീ ആയി കിടക്കുകയാണ്. അതിലേക്ക് വെറുതെ അസിമുലേറ്റ് ചെയ്താൽ മതി, അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
അസിമുലേറ്റ് ചെയ്താൽ മതി. അതിലേക്ക് വെറുതെ അങ്ങ് ചേർന്ന് പോയാൽ മതി. പുതിയ വരുന്ന ആള് വരുന്നു അല്ലെ, റൂമിലേക്ക് വരുന്നു, കട്ടില് അയാള് എടുക്കുന്നു, ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ലേണിംഗിൽ നടക്കുന്നത്. അസിമുലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഈ അസിമുലേഷനും അക്കോമഡേഷനും ചേർന്നതാണ് ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലേണിംഗിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. അതായത് ഞാനൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ഓൾറെഡി എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് വിടും ഞാൻ, അല്ലെ? അതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ സംഭവിക്കുന്ന എന്താണ്, നമ്മൾ 7ാം ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു കാര്യം പരിമിതി കൊണ്ട് അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴായിരിക്കും ഇത് ഇങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ സാധനം അവിടെ എന്ത് ചെയ്യിപ്പിക്കുന്നു, അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുന്നേ പഠിച്ച ഇൻഫർമേഷനിലേക്ക് ചേർത്ത് ഒരു മാല കോർക്കുന്നത് പോലെയാണ്. ആദ്യം നമ്മളൊരു മുത്തിട്ടു അല്ലെ, അത് 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ, പിന്നെ 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അടുത്ത മുത്ത്, 3ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം അടുത്ത മുത്ത്, ഇങ്ങനെ മുത്ത് കോർത്താണ് പോകുന്നത്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ മുത്ത് എടുത്ത് മാറ്റി വേറെ മുത്ത് ഇട്ട് അങ്ങനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടും വരും. അതായത് ആദ്യം പഠിച്ച ചില ഇൻഫർമേഷനെ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തേണ്ടി വരും. ഓക്കെ, അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുന്നേ പഠിച്ച നോളജിലേക്ക് ആഡ് ഓൺ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജീൻ പിയാജെ പറയുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അസിമുലേഷൻ എന്ന് പറയുന്നത് പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് എന്ത് ചെയ്യാണ്, പുതിയതിനെ ആഡ് ചെയ്യുക, ചേഞ്ച് ഒന്നും വരുത്താതെ ആഡ് ചെയ്യുക. അതാണ് അസിമുലേഷൻ. നമുക്ക് നേരത്തെ അറിയാവുന്ന ഇൻഫർമേഷനിലേക്ക് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യാണ്, ചേഞ്ച് ഒന്നും വരുത്താതെ. അതാണ് അസിമുലേഷൻ. കണ്ടോ, ന്യൂ ഇൻഫർമേഷൻ ഇസ് ടേക്കൺ ഇൻ ടു പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് സ്കീമ, മേക്ക് യൂസ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ടു മേക്ക് സെൻസ് ഓഫ് ദി ന്യൂ നോളജ്. പുതിയ നോളജിനെ മനസ്സിലാക്കാൻ നമ്മൾ പഴയ നോളജ് ഉപയോഗിക്കുന്നു, ചേഞ്ച് ഒന്നും വരുത്താതെ. അതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്താണ്, പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ഇസ് ഓൾട്ടർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക, ഇൻ ഓർഡർ ടു ഫിറ്റ് ഇൻ ദ ന്യൂ ഇൻഫർമേഷൻ. ഈ പുതിയ ഇൻഫർമേഷൻ അവിടെ ഫിറ്റ് ആവണമെങ്കിൽ നമുക്ക് ആ പഴയ ഇൻഫർമേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. എ ന്യൂ സ്കീമ ഇസ് ക്രിയേറ്റഡ് ഇൻ ദിസ് പ്രോസസ്. അപ്പൊ ഒരു പുതിയ സ്കീമ തന്നെ ഉണ്ടാവുന്നു, അല്ലെ? നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഈ പുതിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു, ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. ഇനി ഈ അസിമുലേഷന്റെയും അക്കോമഡേഷന്റെയും ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവണം, ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായാലാണ് ലേണിംഗ് ഇഫക്റ്റീവ് ആയിട്ട് നടക്കുള്ളൂ എന്നാണ് ആര് പറയുന്നത്, പിയാജെ പറയുന്നത്. പ്രോസസ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലേണിംഗിൽ ഈ പറയുന്ന അസിമുലേഷനെയും അക്കോമഡേഷനെയും എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ 3 ഫേസ് ആണ് പറയുന്നത്. ചിൽഡ്രൻ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിയർ മോഡ് ഓഫ് തോട്ട്, ബിക്കമിങ് അവെയർ ഓഫ് ഷോർട്ട് കമ്മിങ്സ് ഇൻ ദിയർ എക്സിസ്റ്റിംഗ് തിങ്കിങ് ആൻഡ് അഡോപ്റ്റ് എ മോർ സോഫിസ്റ്റിക്കേറ്റഡ് മോഡ് ഓഫ് തോട്ട്. അതായത് ഈ 3 ഫേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് 1ാമത്തെ ഫേസിൽ എന്താണ്, കുട്ടികൾ അവരുടെ മോഡ് ഓഫ് തോട്ടിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി 2ാമത്തെ ഒരു ഫേസ് വരുമ്പോ എന്താണ്, എന്റെ ലേണിംഗിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ ഒരു മെത്തേഡ് ഞാൻ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അതായത് ആദ്യം ഞാൻ എന്താണ്, ഞാൻ ഈ പഠിച്ച കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നു. 2ാമത്തെ എന്താണ്, എന്റെ തിങ്കിങ് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. 3ാമത് എന്ത് ചെയ്യും, ഞാൻ കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ഒരു മോഡ് ഓഫ് തോട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഉപയോഗിക്കുന്നു. അതായത് ഇപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ഞാനൊരു മിക്സി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മിക്സി എനിക്ക് നന്നായിട്ടാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ മിക്സി ഉണ്ട്. അപ്പൊ അവരുപയോഗിക്കുന്ന മിക്സിയിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ തോന്നുന്നു, അപ്പൊ എന്റെ മിക്സി അല്ല, ഈ മിക്സിയിൽ ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം പോയിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ ഒക്കെ ഉള്ള മിക്സി വാങ്ങിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ മെന്റൽ പ്രോസസ്സും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ മെന്റൽ പ്രോസസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ പ്രശ്നത്തിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെ പരിഹരിക്കുന്നു. ഇങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് പിയാജെ പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന അസിമുലേഷനും അക്കോമഡേഷനും അതിന്റെ സന്തുലിതാവസ്ഥയായ ഇക്വിലിബ്രിയേഷനും ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഇതിനെ റിയൽ ലൈഫിലേക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്.
ഇനി ഗാരി ഡി ബോറിഷ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റിന്റെ കീ ബിഹേവിയർ ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയർ ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിന് രണ്ട് തരം സ്വഭാവമുണ്ട്. ഒന്ന് കീ ബിഹേവിയർ, രണ്ടാമത്തത് ഹെൽപ്ഫുൾ ബിഹേവിയർ. ഇതിനകത്ത് കീ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീച്ചർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് കീ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ടീച്ചിങ് നടക്കണമെങ്കിൽ ഈ കീ ബിഹേവിയർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് കീ ബിഹേവിയർ എന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ലെസൺ ക്ലാരിറ്റി. ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ലെസൺ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് നിർബന്ധമല്ലേ? പഠിപ്പിക്കുന്ന സാധനം ക്ലിയർ ആയിട്ട് പഠിപ്പിക്കണ്ടേ? അപ്പൊ ലെസൺ ക്ലാരിറ്റി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. ടീച്ചർ ഷുഡ് യൂസ് വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ്. എന്നാലാണ് ടീച്ചിങ് എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേ ഹെൽപ്ഫുൾ ബിഹേവിയർ എന്താണ്? വേണമെങ്കിൽ ചെയ്താൽ മതി. അത് ചെയ്താൽ ടീച്ചിങ് കുറച്ചും കൂടെ ആസ്വാദ്യകരമാക്കും. അത്രേ ഉള്ളൂ. കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആക്കും. ഇത് നമ്മൾ ടീച്ചിങ് നടക്കണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റേ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഹെൽപ്ഫുൾ ബിഹേവിയർ. അത് ചെയ്താൽ ടീച്ചിങ് ലേണിംഗ് കുറച്ചും കൂടെ നന്നാവും. അത്രേ ഉള്ളൂ. ലെസൺ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ഉണ്ടായിരിക്കണം, പിന്നെ ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ. അതായത് ദി എമൗണ്ട് ഓഫ് ക്ലാസ് റൂം ടൈം എ ടീച്ചർ ഡെഡിക്കേറ്റ്സ് ടു ടീച്ചിങ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റി. അതായത് ടീച്ചർക്ക് പഠിപ്പിക്കാൻ എത്ര സമയമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അറ്റൻഡൻസ് എടുക്കണം, അല്ലെ ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ അറ്റൻഡൻസ് എടുക്കണം, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാനുള്ള ടൈം എത്രയാണ്, ആ ടൈം എത്ര കൃത്യമായിട്ടാണ് ടീച്ചർ വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലെ ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു 1 അവറിൽ എത്ര ടോപ്പിക്കുകൾ പഠിപ്പിക്കണം എന്ന് എന്റെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതാണ് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടാസ്ക് ഓറിയന്റഡ് ആണ്. അതായത് ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കും എന്ന് ഞാൻ എന്ത് ചെയ്യും? നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. അപ്പൊ അതാണ് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ടീച്ചിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? പോർഷൻ തീരില്ല. അല്ലെ എക്സാമിന് മുന്നേ ആയിട്ട് പോർഷൻസ് തീർക്കണ്ടേ ടീച്ചേഴ്സിന്? അപ്പൊ അത് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ അതിനാണ് വെച്ചിരിക്കുന്നത്. അടുത്ത എന്താണ്? എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കണം. അല്ലെ കുട്ടികളുടെ അടുത്ത് ചോദ്യം ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്ത സ്റ്റുഡന്റ് സക്സസ് റേറ്റ് ആണ്. കുട്ടികൾ എത്രത്തോളം സക്സസ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നെറ്റിന്റെ ഇതിൽ വരികയാണെങ്കിൽ എത്ര കുട്ടികൾ നെറ്റ് ക്ലിയർ ചെയ്തു, എത്ര പേര് JRF ക്ലിയർ ചെയ്തു, എത്ര പേര് PhD ഓൺലി ക്ലിയർ ചെയ്തു. ഇതൊക്കെ എന്താണ്? കീ ബിഹേവിയർ ആണ് ടീച്ചിങ്ങില്. കാരണം കുട്ടികൾക്ക് വിജയം വരിക്കുമ്പോഴാണ് അവിടെ ആ ടീച്ചിങ് എന്താവുന്നത്? ഇഫക്റ്റീവ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലെ? അപ്പൊ ഇതെല്ലാം കീ ബിഹേവിയറുകളാണ്. ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ, എൻഗേജ്മെന്റ് ഇൻ ദി ലേണിംഗ് പ്രോസസ്, സ്റ്റുഡന്റ് സക്സസ് റേറ്റ്. ഇതും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ് നോക്കാൻ പോകുന്നത്. ഇത് ടീച്ചർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്താൽ ടീച്ചിങ് കുറച്ചും കൂടെ എന്താവും? ഇഫക്റ്റീവ് ആവും. നിർബന്ധമില്ല. അതിന് വരുന്നതാണ് ഒരു തവണ അത് ചോദിച്ചത്. ഇത് ഈ ബിഹേവിയറുകൾ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിനകത്തുനിന്ന് കീ ബിഹേവിയർ എടുത്തെഴുതാനായിരുന്നു. അപ്പൊ നമുക്ക് കീ ബിഹേവിയർ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാനിതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2021 ആ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയാത്തതിന്റെ കാരണം അത് നമ്മൾ ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ തിയറികൾ അങ്ങ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ തിയറിന്ന് എന്ത് തരം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പാകത്തിന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഒന്നാമത്തെ ഹെൽപ്ഫുൾ ബിഹേവിയർ നോക്കാം. യൂസിങ് സ്റ്റുഡന്റ് ഐഡിയാസ്. കുട്ടികളുടെ ഐഡിയാസിനെ ഉപയോഗപ്പെടുത്താം. വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല. ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നന്നാവും. പിന്നെ സ്ട്രക്ചറിങ്. ദി ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ് ഓഫ് കരിക്കുലം, ലെസൺ, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ടു സപ്പോർട്ട് സ്റ്റുഡന്റ് ലേണിംഗ്. അതായത് എല്ലാത്തിനെയും ഒന്ന് സ്ട്രക്ചറിലാക്കുക. ലെസൺ ആയിക്കോട്ടെ, കരിക്കുലം ആയിക്കോട്ടെ, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഓർഡറിലാക്കിയാൽ ലേണിംഗ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും. അടുത്ത ക്വസ്റ്റ്യനിങ് ആണ്. ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് റീകോൾ ദി ഇൻഫർമേഷൻ. ചോദ്യങ്ങൾ ചോദിക്കുക. ടീച്ചേഴ്സ് കണ്ടിട്ടില്ലേ? ഇൻഫർമേഷൻ റീകോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പിറ്റേ ദിവസം ചോദിക്കും. അല്ലെ? അതാണ് ക്വസ്റ്റ്യനിങ്. അടുത്ത പ്രോബിംഗ് ആണ്. പ്രോബിംഗ് ഒരു തരത്തിലുള്ള ചോദ്യം ചോദിക്കലാണ്. പക്ഷെ നമ്മൾ പഠിപ്പിച്ച കാര്യത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിക്കലല്ല പ്രോബിംഗ്. പ്രോബിംഗ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് എന്തുകൊണ്ടായിരിക്കും ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റാത്തത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ ആലോചിക്കും, അത് ശരിയാണല്ലോ, എന്തായിരിക്കും? അങ്ങനെ നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് പ്രോബിംഗ് എന്ന് പറയാ. ഓക്കെ. അവിടെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല ടീച്ചർ ആ ചോദ്യം ചോദിക്കുന്നത്, കുട്ടികളെ തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ക്വസ്റ്റ്യനിങ് എന്താണ്? അവിടെ
ചോദ്യം ചോദിക്കുന്ന കുട്ടി ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ, എന്താ അതിന്റെ ആൻസർ എന്താ എന്ന് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യനിങ്. അപ്പൊ രണ്ടും ചോദ്യം ചോദിക്കലാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച ഒരു ഇൻഫർമേഷനെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു. പ്രോബിംഗ് എന്ന് പറയുന്നത് കുട്ടീനെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഒരു ആശയം ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ചെറിയ കാര്യമുള്ളൂ, പക്ഷെ അത് മനസ്സിലാക്കണം. പിന്നെ ടീച്ചർ എഫക്ട് എന്ന് പറയുന്നത് കുട്ടിയും ടീച്ചറും തമ്മിലുള്ള നല്ല ബന്ധം അല്ലെ, അതുണ്ടെങ്കിൽ ലേണിംഗ് കുറച്ചുകൂടെ നന്നാവും അല്ലെ. ഇപ്പൊ നമ്മൾ ചില സബ്ജക്റ്റ് ഒക്കെ ടീച്ചറിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ സബ്ജക്റ്റ് നിർത്തി പോയിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ എഫക്ട് എപ്പോഴും എന്താണ്, ലേണിംഗിനെ ഹെൽപ്പ് ചെയ്യും, അതൊരു ഹെൽപ്ഫുൾ ബിഹേവിയർ ആണ് എന്നാണ് പറയുന്നത്. അടുത്ത തിയറിസ്റ്റ് ഡെയിലാണ്. എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താണ് പറയുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തത് ആരായിരിക്കും? എഡ്ഗർ ഡെയില്. അമേരിക്കൻ എഡ്യൂക്കേറ്റർ ആയ എഡ്ഗർ ഡെയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ലേണിംഗ് പിരമിഡ് എന്നും വിളിക്കാറുണ്ട്. എഡ്ഗറിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസിനെ നമ്മൾ ലേണിംഗ് പിരമിഡ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, 11 സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പിക്ചറുകൾ കാണും അല്ലെ. ഇപ്പം ആപ്പിൾ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആപ്പിളിന്റെ ചിത്രം അല്ലെ. പിന്നെ നമ്മളിപ്പോ ഈ ചെറിയ കുട്ടികളുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പിക്ചേഴ്സ് കാണുമല്ലോ. അപ്പൊ അവിടെ ഡെയിലി പറയുന്നത് കൂടുതൽ സെൻസ് ഓർഗൻസ് ഉപയോഗിക്കുന്ന ലെവലിൽ നിന്ന് സെൻസ് ഓർഗൻസിന്റെ നമ്പറുകൾ കുറഞ്ഞു വരും ഓരോ ലെവലിലേക്ക് എത്തുമ്പോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് അത്രയും പിക്ചറിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. ഇപ്പൊ PG ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് LKG ക്ക് പഠിക്കുന്ന ബുക്കില് പിക്ചറിന്റെ അത്രയും പോലത്തെ പിക്ചറുകൾ ഉണ്ടാവില്ല. അപ്പൊ അത് ഓരോ ലെവല് കഴിയും തോറും ഈ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെ. ഇപ്പൊ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക അല്ലെ, കേൾപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സെൻസ് ഓർഗൻസ് ഒത്തിരി ഉപയോഗിക്കും. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ PG ക്കൊക്കെ എത്തുമ്പോൾ എന്താണ്, ലെക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. കേൾക്കുക എന്ന് പറയുന്ന, കേൾവി എന്ന് പറയുന്ന, ചെവി എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചുരുങ്ങും. അതിനെയാണ് ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. 11 സ്റ്റേജ് ആണ് ഇവിടെ പറയുന്നത്. കോൺക്രീറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്നതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സെൻസ് ഓർഗനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് പോവുക. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തൊടാനും കാണാനും ഒന്നും പറ്റാത്തത്. അപ്പോ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമ്മൾ ക്ലാസ് കേൾക്കുക എന്നുള്ള ഒരു കാര്യം മാത്രത്തിലേക്ക് നമ്മൾ ചുരുങ്ങും. ഓക്കെ, ഇനി ഈ കോണുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനെ ബേസിസിലാണ്, എത്ര സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചു എന്നതിന്റെ ബേസിസിലാണ്. അപ്പൊ കോണിന്റെ ഏറ്റവും ടിപ്പിൽ എത്തുമ്പോൾ എന്താണ്, സെൻസ് ഓർഗൻ കുറഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റേജ്, ഏറ്റവും കൂടുതൽ സെൻസ് ഓർഗൻ ഉപയോഗിക്കുന്ന സ്റ്റേജ് ആണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജ് ആണ് അത്. കോൺക്രീറ്റ് ആണ്. നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ദാറ്റ് എൻഗേജസ് ഓൾ ദി സെൻസസ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് ആദ്യത്തെ സ്റ്റേജിൽ നടക്കുന്നത്. ഇപ്പൊ LKG-യിൽ ചിലപ്പോ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് എന്താണ്, ആ സാധനം നേരിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ അതാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ആണ്, ആൻ എഡിറ്റഡ് ഓർ സിമുലേറ്റഡ് വേർഷൻ ഓഫ് റിയാലിറ്റി. അതായത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസിൽ നമ്മൾ ആപ്പിളിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിക്ക് റിയൽ ആയിട്ടുള്ള ആപ്പിൾ ആണ് കൊടുക്കുന്നതെങ്കിൽ കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആപ്പിൾ ആയിരിക്കും, ഒറിജിനൽ ആപ്പിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒരു പടമായിരിക്കും. അപ്പൊ അങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ എന്താണ് കുറഞ്ഞു വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു റോൾ പ്ലേ ഒക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന് പോലെ തന്നെ റിയൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ ലേണിംഗ് ആണ് അല്ലെ.
ഇതെന്താണ് ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് സങ്കല്പിച്ച് രണ്ട് കുട്ടികളെ നിങ്ങൾ രണ്ടുപേരും പോലീസ് ഓഫീസേഴ്സ് ഇത് എന്താണ് പരാതി കൊടുക്കാൻ വന്ന ആൾ ഇതൊരു കള്ളൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ റോൾ പ്ലേ നടത്തുകയാണെങ്കിൽ അത് ഡ്രാമറ്റൈസ്ഡ് എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഗൈഡഡ് എക്സ്പീരിയൻസ് ആണ് സ്റ്റഡി ട്രിപ്പുകൾ, ഡെമോൺസ്ട്രേഷൻസ് അല്ലെ. ഇപ്പൊ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ എന്താണ് ഗൈഡഡ് എക്സ്പീരിയൻസിൽ വരും. അടുത്തത് മോഷൻ പിക്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ടെലിവിഷൻ. അതായത് നമ്മളിപ്പോ സ്മാർട്ട് ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കൊടുക്കുന്നു. സോളാർ സിസ്റ്റത്തിൽ സൂര്യൻ ഇങ്ങനെ നടുക്ക് നിൽക്കുന്നതും മറ്റ് പ്ലാനറ്റ്സുകൾ അതിനൊക്കെ ചുറ്റി വലയം വെക്കുന്നതൊക്കെ നമ്മൾ എന്താണ് ഒരു വീഡിയോ ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതാണ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ടെലിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നും കൂടിയുണ്ട്. കുറച്ചും കൂടെ എത്തുമ്പോഴത്തേക്ക് എന്തായി, കാഴ്ചയും കുറയാണ്. കാഴ്ച കുറയാൻ ഇൻ ദ സെൻസ് അതായത് പിന്നെ നമ്മൾ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. റെക്കോർഡിംഗ്, റേഡിയോ, സ്റ്റിൽ പിക്ചറുകൾ, മൂവ് ചെയ്യുന്നില്ല അല്ലെ. എന്താണ് ഫോട്ടോസ്, പിന്നെ റേഡിയോ, ശബ്ദശകലങ്ങള് ഇതിലേക്കൊക്കെ ഒതുങ്ങുന്നു. അപ്പൊ സെൻസ് ഓർഗൻ കുറച്ചും കൂടെ ഉപയോഗിക്കുന്നത് കുറഞ്ഞു. അടുത്തത് വിഷ്വൽ സിമ്പിൾ ആണ്. ചാർട്ട്, ഡയഗ്രാം, മാപ്പ് അതിലേക്ക് ഒരുങ്ങി. അവസാനം എത്തുമ്പോൾ വെർബൽ സിമ്പിൾ മാത്രമാവുന്നു. അതായത് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ലാത്തൊരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് പർപ്പസ്ഫുൾ ലേണിംഗ് ആണെങ്കിൽ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ എവിടേക്ക് പോവും? വെർബൽ സിമ്പിൾസിലേക്ക് പോവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ സെൻസ് ഓർഗൻസ് ഉപയോഗിക്കുന്ന കുറഞ്ഞു വരും ഓരോ സ്റ്റേജിലേക്ക് എത്തുന്നതോറും. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് സ്റ്റേജ് എന്താ പറഞ്ഞേ? ഏതാണ്? കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്. അതായത് ഇപ്പം ആപ്പിള് ശരിക്കുള്ള ആപ്പിള് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് പർപ്പസ്ഫുൾ ലേണിംഗ്. കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡമ്മി ആപ്പിള്, അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ആപ്പിള് കാണിച്ചു കൊടുക്കുന്നത്, അത് നമുക്ക് കൺട്രൈവ്ഡ് എക്സ്പീരിയൻസിന് പറയാം. അടുത്തത് ജസ്റ്റാൾട്ട് തിയറിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റാൾട്ട് തിയറി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് പറഞ്ഞപ്പോ. അതായത് നമ്മുടെ ഉൾക്കാഴ്ച വെച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ജസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്, ജസ്റ്റാൾട്ട് തിയറി വർക്ക് ആവണമെങ്കിൽ നമ്മൾ പാർട്ട് എടുക്കാതെ അതിനെ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് മുഴുവൻ മൊത്തത്തിൽ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് സംഭവിക്കും. ഒരു കാര്യത്തിനെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൺസിഡർ ദി ഹോൾ ടു സോൾവ് എ പ്രോബ്ലം റാദർ ദാൻ ബ്രേക്കിംഗ് ഇൻ ടു പാർട്സ് അല്ലെ. നമ്മൾ അതിനെ ഡിഫറെന്റ് പീസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പൊ ഒരു ജിക്സോ പസില് നമ്മൾ സോൾവ് ചെയ്യുന്നു. ഒരാളുടെ ഫേസ് നമ്മളിങ്ങനെ കുഞ്ഞു പീസുകളായിട്ട്, അതായത് ഫോട്ടോഗ്രാഫ് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചേർത്ത് ആ ഫേസ് ഉണ്ടാക്കുന്നില്ലേ, അത് നമ്മളിങ്ങനെ ദൂരെ നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തിനെ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്താലാണ് നമുക്ക് ആ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായാലാണ് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്. അപ്പൊ ഇതിനെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്നും വിളിക്കാറുണ്ട് ജസ്റ്റാൾട്ട് തിയറിയെ. ഓക്കെ, ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 3 പേര് ചേർന്നിട്ടാണ്. വോൾഫ്ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക, മാക്സ് വേർത്തിമർ. ഇത് ഓർത്തിരിക്കാൻ ഒരു ടെക്നീക്ക് ഉണ്ട്. കോഹ്ലി, വിരാട് കോഹ്ലി ഇല്ലേ, അങ്ങനെ ഓർക്കുക. കോഹ്ലി ആരാണ്? വോൾഫ്ഗാങ് കോഹ്ലർ. കോഹ്ലി ജസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറി. ജസ്റ്റ് ഒരു കോഫി കുടിച്ചു. കോഫി എന്ന് പറയുന്നത് കർട്ട് കോഫ്ക. അത് വർത്ത് ആയിരുന്നു, അത് വളരെ നല്ല വർത്ത് ആയിട്ടുള്ള ഒരു കോഫി ആയിരുന്നു. മാക്സ് വേർത്തിമർ. അപ്പൊ ജസ്റ്റാൾട്ട് തിയറിയിലെ 3 തിയറിസ്റ്റുകൾ ഓർക്കാനുള്ള ഒരു ടെക്നീക്കാണ് കോഹ്ലി ജസ്റ്റ് ഒരു കോഫി കുടിച്ചു, അത് വർത്ത് ആയിരുന്നു. അത് ആ പൈസക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ, അത് വർത്ത് ആണെന്ന് പറയാറില്ലേ. അപ്പൊ കോഹ്ലി എന്ന് പറയുന്ന കോഹ്ലർ, ജസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറി, കോഫി കുടിച്ചു കോഫ്ക, അത് വർത്ത് ആയിരുന്നു മാക്സ് വേർത്തിമർ. ഇവർ 3 പേര് ചേർന്നിട്ടാണ് ജസ്റ്റാൾട്ട് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ജസ്റ്റാൾട്ട് തിയറിയിൽ പറയുന്നത് എന്ന് നോക്കാം. ജസ്റ്റാൾട്ട് തിയറിക്ക് ഒരു ലോ ഉണ്ട്. ഓക്കെ, ലോസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ലോസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. എന്താണ് ഈ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്? സാമീപ്യമാണ്. ഓക്കെ, അതായത് നമ്മുടെ കണ്ണിന് ഹ്യൂമൻ ഐസ്
perceive elements that are close together as more related than elements that are further apart. നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് രണ്ട് സാധനങ്ങൾ ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. രണ്ട് സാധനങ്ങൾ അകന്നിരിക്കുകയാണെങ്കിൽ അത് തമ്മിൽ ബന്ധമില്ല. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ അത് ആണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്തടുത്ത് ഇരിക്കുന്ന സാധനങ്ങൾ, അതായത് നമ്മൾ ഇത് രണ്ടും അടുത്താണെന്ന് മനസ്സിലാക്കണേ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് ഇത് രണ്ടും അടുത്ത് മറ്റേ രണ്ടും നല്ല മാറിയാണല്ലോ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലോ ഓഫ് ക്ലോഷർ ആണ്. Our brain fills the missing part of an image to make it complete image so that you can recognize the pattern. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളിക്കുടുക്കയിൽ ഇങ്ങനെ 1 മുതൽ 25 വരെയുള്ള ഡോട്ടുകൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തവളയുടെ പിക്ചർ കിട്ടുന്നു. അപ്പൊ ഈ തവളയുടെ പിക്ചർ കിട്ടാതെ നമ്മൾ ദൂരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ആ ഡോട്ടുകൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ദൂരെ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് ആ ഒരു സാധനം ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് ആ മിസ്സിംഗ് പാർട്ടുകൾ ഫില്ല് ചെയ്തിട്ട് ഇതൊരു തവളയുടെ പടമാണെന്ന് ആ 1 മുതൽ 25 വരെ കുത്തുകൾ യോജിപ്പിക്കാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ജസ്റ്റാൾട്ട് തിയറി ഉപയോഗിച്ചാണ് നമ്മൾ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ആ പേപ്പർ കുറച്ച് വിട്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിക്ചർ ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതൊക്കെ ആ റിയൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും നിങ്ങൾ പഠിക്കണ്ട. അടുത്തത് ലോ ഓഫ് സിമിലാരിറ്റി ആണ്. items which are similar are perceived as more related than objects that are dissimilar. അതായത് ഇപ്പൊ നമ്മൾ രണ്ട് പിക്ചേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റി ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ദൂരെ പിടിക്കില്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിനിന് ഒരു ടെൻഡൻസി ഉണ്ട്, ഒരേപോലെ ഇരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റഡ് ആയിട്ട് പെർസീവ് ചെയ്യും. ഒരേപോലെ ഇരിക്കാത്തതിനെ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ ഫേസ് കട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് രണ്ടുപേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു, കാരണം രണ്ടുപേരും ഒരേപോലെ ഇല്ലേ എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ അത് എന്താണ്? ലോ ഓഫ് സിമിലാരിറ്റി ആണ്. ആ സിമിലാരിറ്റി മനസ്സിലാക്കണമെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ കണ്ടാലല്ലേ നമുക്ക് ആ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാളെ കണ്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് മറ്റേ ആളെ കണ്ടു നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു, നമ്മൾ ദൂരെ നിന്ന് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ ഈ രണ്ടുപേരും ഒരുപോലെ ഇതെല്ലാം കാണാൻ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് ലോ ഓഫ് സിമിലാരിറ്റി ആണ്. അപ്പൊ ആ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് വർക്ക് ആവുന്നത്. ഈ ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. വി ആർ മോർ ലൈക്ലി ടു കൺസ്ട്രക്ട് വിഷ്വൽ എൻറ്റിറ്റീസ് ഔട്ട് ഓഫ് എ വിഷ്വൽ എലമെന്റ് ദാറ്റ് ആർ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് റാദർ ദാൻ വൺസ് ദാറ്റ് കണ്ടെയ്ൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരേ ലൈനിൽ പോകാൻ ഒരു ടെൻഡൻസി വരും അല്ലെ? ഇപ്പൊ നമ്മളൊരു സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ പോവാം. പെട്ടെന്നുള്ള ചേഞ്ച് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു വിഷ്വൽ എലമെന്റ് ഇങ്ങനെ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ബ്രെയിനുണ്ട് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമുക്ക് അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ, അബ്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്നുള്ള ചേഞ്ചുകൾ നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരേ പാറ്റേൺ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതില്ലേ, പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിൻ അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. അടുത്തത് വൈഗോട്സ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ലേ വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരാളുടെ തിയറിയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. വൈഗോട്സ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റിനെ സോഷ്യോ കൾച്ചറൽ തിയറി എന്നും വിളിക്കാറുണ്ട്. ഡെവലപ്മെന്റ് റിസൾട്ട്സ് ഫ്രം ഡൈനാമിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. നോളേജ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മനുഷ്യരും സൊസൈറ്റിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നോളേജ് ഉണ്ടാകുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിൽ എന്താണ് സൊസൈറ്റിക്കും കൾച്ചറിനും ഒക്കെ വലിയ റോൾ ഉണ്ട് എന്നാണ് വൈഗോട്സ്കി ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കുള്ള കഴിവിനെയാണ് നമ്മൾ എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു മിനിമം ഒരു ഇത് വെച്ചിട്ടായിരിക്കുമല്ലോ ഒരു കുട്ടി ജനിക്കുന്നത്. അതായത് കുട്ടിക്ക് കരയാൻ പറ്റും അല്ലെ, കുട്ടി വിശന്നു കഴിഞ്ഞാൽ കരയും. ഇതൊക്കെ കുട്ടിയുടെ എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ചില കഴിവുകൾ ഉണ്ടല്ലോ, അതിനെയാണ് എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുട്ടി കുറച്ചും കൂടെ വലുതാവുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്? സൊസൈറ്റിയുമായിട്ട് ഇടപഴകല് നടക്കുമ്പോൾ കുട്ടി ആരെ കണ്ടുമുട്ടുന്നു? മോർ നോളേജബിൾ അതറിനെ കണ്ടുമുട്ടുന്നു. അതായത് കുട്ടിയെക്കാളും അറിവുള്ള
ആള്. അത് കുട്ടിയെക്കാളും പ്രായമുള്ള ആളാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ആ കോൺസെപ്റ്റ് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന കഴിവിനെയാണ് എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ അഥവാ EMF എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു മിനിമം കഴിവ് കുട്ടിക്ക് ഉണ്ടാവും. അതായത് വിശന്ന കരയാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ട്. അതിനെയാണ് എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കുട്ടി ഇനി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ് അല്ലെ. അതുകൊണ്ടാണ് ലേണിംഗ് ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ കുട്ടിയേക്കാൾ അറിവുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിയേക്കാൾ ഏജ് കുറഞ്ഞ ആയിരിക്കാം അത്. ചിലപ്പോൾ കുട്ടിയേക്കാൾ ഏജ് കൂടിയ ആളായിരിക്കാം. ചിലപ്പോൾ കുട്ടിയുടെ സമപ്രായക്കാരനായിരിക്കാം. പക്ഷെ ഒരു ഫീൽഡില് ആ കുട്ടിയേക്കാൾ ആ കാര്യത്തിൽ അറിവുള്ള ആളെയാണ് മോർ നോളേജബിൾ അതർ എന്ന് പറയുന്നത്. ഓക്കെ, സംവൺ വിത്ത് എ ഹയർ എബിലിറ്റി ലെവൽ ദാൻ ദ ലേണർ അല്ലെ. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള ആളായിരിക്കും. അപ്പൊ മോർ നോളജബിൾ അതർ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും പ്രായം കൂടിയ ആളാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളെക്കാളും എബിലിറ്റി ഉള്ള ആള്. ഓക്കെ, അടുത്തത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ഈ കോൺസെപ്റ്റുകൾ പിന്നെ ഒന്നുകൂടെ പറയാം. അതായത് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കുള്ള കഴിവ് എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ. ഇനി കുട്ടി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ കുട്ടി അവിടെ ഇപ്പോ കുട്ടിക്ക് ഒരു 4-5 വയസ്സൊക്കെ ആയി. അപ്പൊ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? കുട്ടിയെ കൈ പിടിപ്പിച്ച് എഴുതിപ്പിക്കാൻ ശ്രമിക്കുവാണ്. അപ്പൊ അവിടെ മോർ നോളേജബിൾ അതർ ആരാണ്? അമ്മയാണ് അല്ലെ. കുട്ടിയെക്കാളും കഴിവുള്ള അമ്മയാണ് അവിടെ മോർ നോളേജബിൾ അതർ. ഈ അമ്മ എന്താ ചെയ്യണത്? കുട്ടിയെ സ്കഫോൾഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ ചെയ്യണത്? സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന ഒരാള് പുറകിൽ ഇങ്ങനെ സൈക്കിളിൽ പിടിക്കും അല്ലെ. അപ്പൊ ആ പിടിക്കുന്ന ആൾ ആരാണ്? മോർ നോളേജബിൾ അതർ ആണ്. ആ പിടിക്കുന്ന പ്രോസസ്സിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയാം. അതായത് നമ്മളെ സഹായിക്കുകയാണ്. സൈക്കിൾ ഓടിക്കുന്നത് നമ്മൾ തന്നെയാണ്, പക്ഷെ നമുക്കൊരു താങ്ങ് തരികയാണ് അല്ലെ സ്കഫോൾഡിങ്ങിലൂടെ. ഇനി ഇതെന്താ ചെയ്യണത്? നമ്മള് ഓടിച്ചിങ്ങനെ നമുക്കൊന്ന് ബാലൻസ് ആയി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ MKO മോർ നോളജബിൾ അതർ എന്ത് ചെയ്യും? പതുക്കെ ഈ സ്കഫോൾഡിങ് അങ്ങ് വിടും അല്ലെ, ഈ കൈ അങ്ങ് വിടും. മറ്റേ കുട്ടി കൂളായിട്ട് സൈക്കിള് ഓടിച്ചങ്ങ് തുടങ്ങുകയും ചെയ്യും. ഇതാണ് ലേണിംഗിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ട് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി നമ്മളെ പിടിച്ച് ചെയ്യിപ്പിക്കുന്നതും ഈ കുട്ടി തനിയെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട് വരച്ച് കൊണ്ടുവരണം എന്ന് ടീച്ചർ പറഞ്ഞു വിടുവാണ് കുട്ടിയെടുത്ത്. അപ്പൊ കുട്ടി അമ്മയോട് വന്നിട്ട് പറയാണ്, നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ വീട് വരച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അമ്മ പറയണ ഞാൻ സഹായിക്കാം എന്ന് പറയാണ്. അപ്പൊ അമ്മ സഹായിക്കുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? സ്കഫോൾഡിങ് ആണ്. ഈ അമ്മ സഹായിച്ചിട്ട് വരക്കുന്ന വീടും ഈ കുട്ടി തനിയെ വരക്കുന്ന വീടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? കുട്ടി തനിയെ വരക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബോറായിരിക്കും. ഈ അമ്മ സഹായിച്ചിട്ട് വരക്കുന്ന വീട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മോർ നോളേജബിൾ അതറിന്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കും അതില്ലാതെ ചെയ്യുന്ന വർക്കും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഞാൻ ഒന്നും കൂടി ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് പറയാം. ഈ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഒന്നും ഡെഫിനിഷൻ പഠിക്കേണ്ട. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന കഴിവിനെയാണ് എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? മോർ നോളജബിൾ ആണ് കുട്ടിക്ക് സ്കഫോൾഡിങ് കൊടുക്കുന്നു. അപ്പൊ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ കുട്ടി ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, ആ സ്കഫോൾഡിങ് കിട്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസത്തിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്കഫോൾഡിങ്ങിന്റെ ഏരിയ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് സ്കഫോൾഡിങ് ആണോ? അല്ലെങ്കിൽ കുട്ടിയുടെ ഹോംവർക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നത് സ്കഫോൾഡിങ് ആണോ? ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് സ്കഫോൾഡിങ് ആണോ? അല്ല. അല്ല, ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതല്ല, ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്ലൂ കൊടുക്കുന്നതാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഉത്തരത്തിലേക്ക് എത്താനുള്ള ക്ലൂ കൊടുക്കുന്നതാണ് സ്കഫോൾഡിങ്, അല്ലാതെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതല്ല സ്കഫോൾഡിങ്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കാം. എ ചൈൽഡ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഈസ് ട്രൈയിങ് ടു ലേൺ ഹൗ ടു ഡ്രോ എ സർക്കിൾ ഓൺ ഹിസ് ഓൺ. ഒരു സർക്കിൾ വരക്കാൻ ശ്രമിക്കുവാണ് തനിയെ. ബട്ട് ഈസ് ഏബിൾ ടു ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഓർ ഹെർ ടീച്ചർ. ടീച്ചറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് വൈഗോട്സ്കീസ് തിയറി ഇറ്റ് ഹൈലൈറ്റ്സ്, എന്തായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുന്നത്?
അങ്ങനെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ അതെന്തായി മാറും? സി വെരി ഗുഡ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ മൈക്രോ ടീച്ചിങ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മൈക്രോ ടീച്ചർ നമ്മൾ BEdലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് അല്ലെ, മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറയാറില്ലേ? ഇതിന് നമ്മൾ സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് എന്നും പറയാറുണ്ട്. ഇതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നീക്കാണ്. അതായത് BEdനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അതായത് കുറച്ച് പോർഷൻ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ഇല്ലേ, BEdന് പഠിക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, ഏതെങ്കിലും സ്കൂളിൽ കുറച്ച് നാൾ പോയി പഠിപ്പിക്കുന്നത്, അതിനെയാണ് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയാ. അപ്പൊ മൈക്രോ ടീച്ചിങ്ങിൽ അതാണ് ചെയ്യുന്നത്. ഒരു കുട്ടി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു തിയറി ഒറിജിനേറ്റ് ചെയ്തത് ചോദിച്ചിട്ടുണ്ട്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന്? ഡ്വൈറ്റ് W. അലൻ ആണ്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1963 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഡ്വൈറ്റ് W. അലൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1963 മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ടീച്ചിങ് എ സ്മോൾ യൂണിറ്റ് ടു എ സ്മോൾ ഗ്രൂപ്പ്. അതായത് ഇവിടെ നമ്മൾ സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് ഒരു ചെറിയ ഗ്രൂപ്പ്, അതായത് ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ ചെറിയ കുറെ യൂണിറ്റുകൾ അവരവരുടെ ക്ലാസ്സിൽ എടുക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ മൈക്രോ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ സെമിനാർ എടുക്കുമ്പോൾ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ സെമിനാർ എടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. ഒരു ചെറിയ പോർഷനിലെ സെമിനാർ എടുക്കാൻ തരുന്നുള്ളൂ. അപ്പോൾ അവിടെ ആ കുട്ടി എങ്ങനെ പഠിപ്പിക്കണം എന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഈ സെമിനാറിലൂടെ. അപ്പോൾ ഒരു ചെറിയ യൂണിറ്റ് ഒരു ചെറിയ ഗ്രൂപ്പിന് എടുത്തു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ നമ്മൾ പഠിപ്പിക്കണം എന്നതിന് നമുക്കൊരു ട്രെയിനിങ് കിട്ടുകയാണ് ഇതിലൂടെ. ഓക്കെ, ഇതെന്താണ്? ടു ട്രെയിൻ ഇൻഎക്സ്പീരിയൻസ്ഡ് സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ആവാൻ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെ, BEd വിദ്യാർത്ഥികൾ, അവരെ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത്, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ഇനി ഇതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ മൈക്രോ ടീച്ചിങ്ങിന്. ഒരു ടൈമിൽ ഒരു സ്കില്ലായിരിക്കും അവർ ഇമ്പ്രൂവ് ചെയ്യണത്. അതായത് ഇപ്പൊ ഒരു ടീച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമ്പ്രൂവ്മെന്റിനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഈ BEdന്റെ സമയത്ത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ ഓരോ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. പിന്നെ ചെറിയ കണ്ടന്റ് മാത്രമായിരിക്കും നമുക്ക് പഠിപ്പിക്കാൻ. നമ്മളൊരു ടീച്ചറായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ ഇത്ര പഠിപ്പിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം BEd ട്രെയിനിങ്ങിന് നമുക്ക് എന്താണ്? ചിലപ്പോൾ 1 ചാപ്റ്ററോ 2 ചാപ്റ്ററോ ഒക്കെ ആയിരിക്കും നമുക്ക് പഠിപ്പിക്കാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പ്രാക്ടീസ് ആണ്. നമുക്കിതൊരു പ്രാക്ടീസ് ആണ്. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ പ്രാക്ടീസ് അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ പഠിപ്പിക്കാൻ നമ്മുടെ ടീച്ചറായി. ഇവിടെ ഇത് പ്രാക്ടീസ് ആണ്. പിന്നെ ഇവിടെ ഫീഡ്ബാക്ക് അപ്പൊ തന്നെ കിട്ടും അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ സെമിനാർ എടുക്കുന്നു. അപ്പോ ഈ സെമിനാർ എടുക്കുമ്പോൾ ഈ സാധനം പഠിപ്പിച്ചപ്പോ അവിടെ ഫീഡ്ബാക്ക് കിട്ടുന്നു. പക്ഷെ റിയൽ സ്കൂളിൽ പോയിട്ട് നമുക്ക് ഫീഡ്ബാക്കിന് അവസരമില്ല. കാരണം അവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കാൻ കയറുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ ഫീഡ്ബാക്കിന് അവസരമില്ല. പക്ഷെ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും. സെൽഫ് ഇവാലുവേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ സ്കൂളിൽ പോയിട്ട് നമുക്ക് ഒന്ന് പഠിപ്പിച്ചു നോക്കാം, എന്തെങ്കിലും തെറ്റൊക്കെ വരുന്നുണ്ടോ നോക്കാം, അങ്ങനെ ഒരു അവസരം ഇല്ല. പക്ഷെ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ പോസിബിൾ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിപ്പിക്കണം അല്ലെ. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ ആണ്. ഇതെങ്ങനെയാണ് ഈ ഒരു മൈക്രോ ടീച്ചിങ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? സ്കിൽ ഡെഫിനിഷൻ. സ്കില്ല് ഡിഫൈൻ ചെയ്യുക. അതായത് ഇന്ന സ്കില്ലാണ് വേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പിന്നെ ഡെമോൺസ്ട്രേഷൻ എന്താണ്? അതിന്റെ ഒരു ഡെമോ കാണുക അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്ന ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അതിന്റെ ഒരു ഡെമോ ക്ലാസ് കാണുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസൺ പ്ലാനിങ്. ഇതൊക്കെ BEdൽ വരുന്നതാണെന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ്? അത് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്നു. അതാണ് കണ്ടക്ടിങ് ലെസൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഡിസ്കഷനും കൺക്ലൂഷനും ഒക്കെ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് പ്ലാൻ ചെയ്യും, വീണ്ടും ഇത് പഠിപ്പിക്കും, വീണ്ടും ഡിസ്കസ് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ടീച്ചർ ട്രെയിനിങ്ങിന്റെ സമയത്ത് നടക്കുള്ളൂ. അല്ലാതെ ടീച്ചർക്ക് പോയിട്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നു, ഇന്ന് ഞാൻ ഫോട്ടോസിന്തസിസിനെ പറ്റി പഠിപ്പിച്ചിട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് അതിന് എന്തൊക്കെയോ ഫോൾട്ടുകൾ ഉണ്ട്. നാളെ വീണ്ടും എനിക്ക് ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കാനുള്ള അവസരം ഇല്ല. ഇത് ടീച്ചർ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ആദ്യം നമ്മൾ സ്കില്ല് ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ നമ്മളൊരു ഡെമോ കാണുന്നു, പിന്നെ നമ്മൾ ഇത് എങ്ങനെ ഇനി ഞാൻ എങ്ങനെയാണ് ഈ സാധനം പഠിപ്പിക്കേണ്ടത് എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയി പഠിപ്പിക്കുന്നു. അവിടെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഡിസ്കഷൻസ് കൺക്ലൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നു. എന്നിട്ട് ഞാൻ എന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഞാൻ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത തവണ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ വീണ്ടും അതെന്നെ പഠിപ്പിക്കുന്നു. പിന്നെ റീഡിസ്കഷൻ, റീഡൂയിങ്. ഇതാണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതിന് 3 ഫേസ് ഉണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ഇതൊന്നും അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾ അറിയാതെ പോകരുതല്ലോ, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. 3 ഫേസുകളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? നോളേജ് അക്വിസിഷൻ. നോളേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ നാളെ എനിക്ക് ഇന്നൊരു ടോപ്പിക് പഠിപ്പിക്കാൻ പോകണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? കുറെ ഡെമോ കാണും അല്ലെ? ഈ ടോപ്പിക്കിന്റെ കുറെ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിലൊക്കെ കാണും. അതാണ് നോളേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? സ്കിൽ അക്വിസിഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് പ്രിപ്പയർ ചെയ്യും അല്ലെ? ഞാനിങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്യും. അതാണ് സ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫറിങ് ഫേസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് സ്കിൽ ടു ആക്ച്വൽ ടീച്ചിങ്. എന്റെ സ്കില്ല് ഞാൻ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ ടീച്ചിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഞാനിത് ക്ലാസ്സിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ട്രാൻസ്ഫറിങ് ഫേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഫേസ് ആണ് എന്തിനുള്ളത്? പ്രീമാക് പ്രിൻസിപ്പിളും പാവ്ലോവും കൂടെ പറഞ്ഞിട്ട് നിർത്താട്ടെ, 2 കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ബി എഡിന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രീമാക് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ പ്രായമുള്ള എന്താണ് അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ? നമ്മളെ കുട്ടികളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രാൻഡ് മാസ് റൂൾ എന്ന് വിളിക്കുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണം, അതായത് മാത്സ് ഹോംവർക്ക് എഴുതാനുണ്ട്, അത് ലെസ് പ്രോബബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ്, നമുക്ക് വലിയ താല്പര്യമില്ല അത് ചെയ്യാൻ. പക്ഷെ ചോക്ലേറ്റ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്, അത് മോർ പ്രോബബിൾ ബിഹേവിയർ ആണ്. അപ്പൊ നമ്മുടെ പേരൻസ് എന്ത് ചെയ്യും? ഹോംവർക്ക് എഴുതിയാൽ ചോക്ലേറ്റ് തരാം അല്ലെ? നമ്മൾ ചെറിയ കുട്ടികളെ പറ്റിക്കുന്ന അങ്ങനെയല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാം. അപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാൻ തരാം. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ല, ലെസ് പ്രോബബിൾ ബിഹേവിയറാ. അപ്പൊ ആ ലെസ് പ്രോബബിൾ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ മോർ പ്രോബബിൾ ബിഹേവിയർ ഉപയോഗിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് പ്രീമാക് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലേ നടക്കുള്ളൂ, വലിയ ക്ലാസ്സിലെ പരിപാടിയും നടക്കൂല അല്ലെ? അപ്പൊ ഇതിനെയാണ് പ്രീമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നും പറയാറുണ്ട്. റിലേറ്റിവിറ്റി തിയറി ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കാണിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് പ്രീമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ ഗ്രാൻഡ് മാസ് റൂൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഓരോ നമ്മളിപ്പോ ഇത്രയും ടീച്ചിങ് തിയറികൾ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ എനിക്ക് ഇത് എന്തിന് എത്രയും പഠിപ്പിച്ചെന്ന്? അതായത് ഓരോരോ ക്ലാസ്സിന് ഓരോരോ കുട്ടികൾക്ക് നമ്മൾ ഇതിനകത്ത് ഓരോന്നായിരിക്കും ഉപയോഗിക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ LKG പോയിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന ചില തിയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ PGക്ക് പോയിട്ട് പ്രീമാക് പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് തിയറികൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും തിയറികൾ പഠിക്കുന്നത്. ഇനി പാവ്ലോവിന്റെ തിയറി നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാവ്ലോവ് പട്ടിയിൽ നടത്തിയ എക്സ്പെരിമെന്റ്, കണ്ടക്ടഡ് ആൻ എക്സ്പെരിമെന്റ് ഓൺ ഡോഗ്. സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുന്ന അല്ലെ? ബെല്ലടിച്ച് ഫുഡ് കാണുന്നതിന് മുന്നേ തന്നെ പട്ടിയുടെ വായിൽ സലൈവേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചു. അതിനെയാണ് പാവ്ലോവിന്റെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ എന്താണ് സ്വഭാവ രൂപീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പൊ മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തോ കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, thank you. See you in the next class. Have a great day.